കങ്കണ റണാവത്ത് ഇപ്പോൾ എവിടെയാണ്? ഒരു വർഷം മുൻപ് പൊതു തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ പോസ്റ്ററുകളിൽ നിറഞ്ഞു നിന്നിരുന്ന കങ്കണ പണ്ട് ക്യൂനിലെയും ഫാഷനിലെയും അഭിനയം കൊണ്ടും ബോളിവുഡിൽ എടുത്ത നിലപാടുകൾ കൊണ്ടും പ്രേക്ഷക പ്രീതി പിടിച്ചു പറ്റിയിരുന്നെങ്കിൽ ഇന്നെടുക്കുന്ന നിലപാടുകൾ കൊണ്ട് ഭൂരിഭാഗം പേരെയും വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്തു വെച്ചതു മുതൽ വിവാദങ്ങളിൽ മുങ്ങിയ ജീവിതം. എയർപോർട്ടിൽ CISF ഉദ്യോഗസ്ഥരുടെ കാരണത്തടി വരെ ഏറ്റുവാങ്ങേണ്ടി വന്നു. MP ആയ ശേഷവും വിവാദങ്ങൾക്ക് കുറവുണ്ടായിരുന്നില്ല. ഇന്ത്യക്ക് രാഷ്ട്രപിതാവില്ലെന്നും ഭാരതമാതാവിന്റെ പുത്രന്മാരെ ഉള്ളൂ എന്ന വിവാദ പ്രസ്താവനയിലൂടെ സ്വന്തം പാർട്ടിക്കാരെ വരെ വെറുപ്പിച്ചു. കുറച്ചു നാളുകളായിട്ട് കങ്കണ മിസ്സിംഗ് ആണ്. ഹിമാചൽ പ്രദേശിലെ മാണ്ടിയിൽ നിന്നുള്ള BJP MP ആയ കങ്കണ തന്റെ മണ്ഡലത്തിൽ നിന്ന് മാത്രമല്ല പാർലമെന്റിൽ നിന്നും അകന്നു നിൽക്കുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ പാർലമെന്റ് സമ്മേളനത്തിൽ 100% നേടിയ കങ്കണയുടെ ഹാജർ 2025 ബജറ്റ് സമ്മേളനമായപ്പോൾ 0-ൽ എത്തി നിൽക്കുന്നു. PRS ലെജിസ്ലേറ്റീവ് റിസർച്ചിന്റെ ഡേറ്റയാണിത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള BJPയുടെ ഹൈ വോൾട്ടേജ് പ്രചാരണത്തിൽ നിന്നും കങ്കണ വിട്ടുനിന്നു. സോഷ്യൽ മീഡിയയിൽ പോലും ഒരു പോസ്റ്റ് ഇല്ല. ആർക്കെതിരെയും വിമർശനങ്ങളില്ല. MP തിരികെ വിളിക്കുന്ന മാണ്ടിയിലെ ജനങ്ങളോട് പറയാനൊരു മറുപടി ഇല്ലാതെ അധികൃതർ കുഴയുകയാണ്. BJPയുടെ മാണ്ടി ജില്ലാ മേധാവി നിഹാൽ ചന്ദ് ശർമ്മ നിരാശയോടെ പറയുന്നുണ്ട്, പാർലമെന്ററി മണ്ഡലത്തിൽ കങ്കണയ്ക്ക് ഒരു ഓഫീസുണ്ട്. പക്ഷേ MP ഉണ്ടോ എന്നറിയാനും വിവരങ്ങൾ തിരക്കാനും ആളുകൾ എന്നെയാണ് വിളിക്കുന്നത്. വളരെ അപൂർവമായി മാത്രമേ മണ്ഡലത്തിൽ കങ്കണ സന്ദർശനത്തിന് എത്താറുള്ളൂ. ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാൻ അവർ കൂടുതൽ സമയം ഇവിടെ ചെലവഴിക്കണമെന്നും നിഹാൽ ചന്ദ് പറഞ്ഞു. ഗാനരചയിതാവും എഴുത്തുകാരനുമായ ജാവേദ് അക്തർ നൽകിയ മാനനഷ്ട കേസിൽ ഫെബ്രുവരി 5-ന് മുംബൈയിൽ നടന്ന കോടതിവാദം കേൾക്കലിലും കങ്കണ പങ്കെടുത്തില്ല. പാർലമെന്ററി കമ്മിറ്റ്മെന്റ്സ് കാരണം ഹാജരാകാൻ കഴിയില്ലെന്നാണ് കങ്കണയുടെ അഭിഭാഷകൻ അന്ന് കോടതിയെ അറിയിച്ചത്. എന്നാൽ ഇതിനകം 40 കോടതി തീയതികൾ കങ്കണ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് ജാവേദ് അക്തറിന്റെ അഭിഭാഷകൻ കോടതിയിൽ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കോടതിയിൽ പോലും ഹാജരാകാതെ കങ്കണ എവിടെയാണ് എന്ന ചോദ്യം പലയിടങ്ങളിൽ നിന്നായി ഉയരുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി മുംബൈയിലും മണാലിയിലുമായി കങ്കണ യാത്ര ചെയ്യുകയാണെന്നാണ് അവരുടെ ഓഫീസ് നൽകുന്ന വിവരം. ജനുവരിയിലേറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമായ എമർജൻസിയുടെ റിലീസ് അവരെ പിടിച്ചുലച്ചതായും റിപ്പോർട്ടുകളുണ്ട്. 60 കോടി ബജറ്റിൽ പുറത്തിറങ്ങിയ എമർജൻസി ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞിരുന്നു. എമർജൻസിക്ക് മുൻപ് സർവേഷ് മേവർ സംവിധാനം ചെയ്ത കങ്കണ ചിത്രം തേജസും ബോക്സ് ഓഫീസിൽ വമ്പൻ പരാജയമാണ് നേരിട്ടത്. തുടർച്ചയായ ബോക്സ് ഓഫീസ് പരാജയങ്ങൾക്ക് ശേഷം രാഷ്ട്രീയം തന്നെയായിരുന്നു രക്ഷ. ഫെബ്രുവരിയിൽ ബജറ്റ് സെഷൻ ചേർന്നപ്പോൾ തന്റെ കുട്ടിക്കാലത്തെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന്റെ തിരക്കിലായിരുന്നു അവർ. മണാലിയിൽ തന്റെ ആദ്യത്തെ റെസ്റ്റോറന്റായ മൗണ്ടൻ സ്റ്റോറി തുറന്നു. പാർലമെന്റ് നടക്കുന്ന ഈ കാലയളവിൽ ഒരു സിനിമയുടെ പ്രമോഷന്റെയും തിരക്കിലായിരുന്നു കങ്കണയെന്ന് അവരുടെ പാർലമെന്ററി പ്രതിനിധി കരൺ സിംഗ് പറഞ്ഞു. കഴിഞ്ഞ വർഷം മാണ്ടി സീറ്റിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കങ്കണ റണാവത്തിനെ BJP തിരഞ്ഞെടുത്തപ്പോൾ വെല്ലുവിളികൾ ഏറെയായിരുന്നു. ഈ സീറ്റ് വളരെ കാലമായി മുൻ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി വീർഭദ്ര സിംഗിന്റെ കുടുംബത്തിന്റെ ശക്തി കേന്ദ്രമാണ്. മാണ്ടിയിലെ വിജയത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ BJP ഹിമാചൽ പ്രദേശ് പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ജയറാം താക്കൂറിനെയാണ് ഇവിടെ പ്രചാരണത്തിന് മേൽനോട്ടം വഹിക്കാൻ നിയോഗിച്ചത്. ആ ശ്രമം ഫലം കണ്ടു. വീർഭദ്ര സിംഗിന്റെ മകൻ വിക്രമാദിത്യ സിംഗിനെ 74,755 വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തിന് കങ്കണ പരാജയപ്പെടുത്തി ഹിമാചൽ പ്രദേശിൽ BJPക്ക് നിർണായക വിജയം നേടിക്കൊടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാണ്ടി ലോക്സഭാ മണ്ഡലത്തിൽ പ്രചാരണത്തിനെത്തിയപ്പോൾ കങ്കണയ്ക്ക് നൽകിയത് അകമഴിഞ്ഞ പിന്തുണയായിരുന്നു. വാതോരാതെ കങ്കണയെ പുകഴ്ത്തിയിരുന്നു അന്ന് പ്രധാനമന്ത്രി. കങ്കണയെക്കുറിച്ച് വിവാദപരമായ പോസ്റ്റ് ഇട്ടതിന് കോൺഗ്രസ് സോഷ്യൽ മീഡിയ ചെയർപേഴ്സൺ സുപ്രിയ ശ്രീനേറ്റിനെ പോലും അദ്ദേഹം കടന്നാക്രമിച്ചു. ഇങ്ങനെ BJPയുടെ താരപ്രതിനിധിയായിരുന്നു കങ്കണ. തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും അവരുടെ പ്രസ്താവനകളെല്ലാം തന്നെ വിവാദമായി മാറി. വിവാദമുണ്ടാക്കാൻ ഉദ്ദേശിച്ച് പോസ്റ്റ് ചെയ്യുന്ന പ്രസ്താവനകളായിരുന്നു ഇതിൽ ഭൂരിഭാഗവും. പാർലമെന്റിന്റെ ആദ്യ സമ്മേളനത്തിൽ തന്റെ ഡിസൈനർ വസ്ത്രങ്ങളും ബാഗുകളുമായി സജീവ സാന്നിധ്യം അറിയിച്ചിരുന്നു കങ്കണ. മാധ്യമങ്ങൾക്ക് മുന്നിൽ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തും രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ദിവസേന വിമർശനങ്ങൾ ഉന്നയിച്ചും അവർ ആ ഫ്രെയിമിൽ നിറഞ്ഞു നിന്നു. രാഹുൽ ഗാന്ധിയെ പരിഹസിക്കാനുള്ള അവസരങ്ങൾ അവർ അപൂർവമായി മാത്രമേ നഷ്ടപ്പെടുത്തിയിരുന്നുള്ളൂ. പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി തന്റെ ആദ്യ പ്രസംഗം നടത്തിയപ്പോൾ കങ്കണ അതിനെ സ്റ്റാൻഡപ്പ് കോമഡി എന്ന മുദ്ര കുത്തി. ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ കങ്കണയുടെ ഈ വാർത്താ പ്രാധാന്യമുള്ള അഭിപ്രായങ്ങളും രാഹുൽ ഗാന്ധിക്കെതിരായ വിമർശനങ്ങളും BJPക്ക് നന്നേ ബോധിച്ചിരുന്നു. എന്നാൽ പാർട്ടിയുമായുള്ള കങ്കണയുടെ ഈ ഐക്യം അധികനാൾ നീണ്ടുനിന്നില്ല. മന്ത്രിസഭയിൽ ഇടം നേടാനാകാതെ വന്നപ്പോഴാണ് കങ്കണയ്ക്ക് ആദ്യ നിരാശ ഉണ്ടായതെന്ന് BJP വൃത്തങ്ങൾ പറയുന്നു. മാണ്ടിയിൽ ഒരു പ്രാദേശിക മാധ്യമത്തോട് സംസാരിക്കവേ ഏതെങ്കിലും മന്ത്രിസഭയുടെ ചുമതല വഹിക്കാനുള്ള ആഗ്രഹം അവർ പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ പാർട്ടിയിലെ പല മുതിർന്ന നേതാക്കളെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താത്തതിനാൽ വലിയ അതൃപ്തിയൊന്നും കങ്കണ പ്രകടിപ്പിച്ചിരുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 9 മാസത്തിനുള്ളിൽ തന്നെ BJPയും കങ്കണയുമായുള്ള അകൽച്ച തുടങ്ങിയിരുന്നു. കർഷകരെയും സിഖുകാരെയും ഉൾപ്പെടുത്തി ആവർത്തിച്ചുള്ള വിവാദ പ്രസ്താവനകൾ നടത്തിയതിലുള്ള പാർട്ടിയുടെ അതൃപ്തിയാണ് അതിനുള്ള ഒരു പ്രധാന കാരണം. ശാസിച്ചിട്ടും വീണ്ടും വിവാദ പ്രസ്താവനകൾ തുടർന്നതോടെ കങ്കണയുടേത് BJPയുടെ നിലപാടല്ല എന്ന് പറഞ്ഞ് പാർട്ടി തലയൂരുകയായിരുന്നു.
ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിലാണ് കർഷകരെയും സിഖുകാരെയും വിമർശിച്ച് കങ്കണ രംഗത്തെത്തിയത്. ഇവിടെ ജനസംഖ്യയുടെ 5%-ലധികം സിഖുകാരായിരുന്നു. ഹരിയാനയിലെയും പഞ്ചാബിലെയും BJP നേതാക്കൾ കങ്കണയുണ്ടാക്കിയ ആശങ്കകൾ ഹൈക്കമാൻഡിനെ അറിയിച്ചു. BJP പ്രസിഡന്റ് JP നദ്ദ കങ്കണയെ വിളിച്ചു വരുത്തുക മാത്രമല്ല, ഭാവിയിൽ അത്തരം പരാമർശങ്ങൾ നടത്തരുതെന്ന് കർശനമായി നിർദ്ദേശിക്കുകയും ചെയ്തു. പഞ്ചാബികളെയും കർഷകരെയും മോശമായി ചിത്രീകരിക്കുന്നതിനെതിരെ പഞ്ചാബ് BJP മേധാവി സുനിൽ ജാഖറും കങ്കണയെ ശാസിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പാർട്ടിയുടെ ശാസനയും കർശന നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നിട്ടും പിൻവലിച്ച 3 കാർഷിക നിയമങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു മാസത്തിന് ശേഷം കങ്കണ മറ്റൊരു രാഷ്ട്രീയ തീപ്പൊരി ഉണ്ടാക്കി. കങ്കണയുടെ പരാമർശങ്ങൾ ഏറ്റെടുത്ത് BJPക്കെതിരെ പ്രതിപക്ഷവും രംഗത്തെത്തി. ഹരിയാനയിൽ ചൂടേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുമ്പോൾ BJP വീണ്ടും കങ്കണയുടെ പ്രസ്താവനകളിൽ നിന്ന് അകലം പാലിക്കാനും ഉണ്ടാകാൻ സാധ്യതയുള്ള രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ നിയന്ത്രിക്കാനും നിർബന്ധിതരായി. സിഖ് സമൂഹത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട വ്യക്തികളിൽ ഒരാളായി ഇതോടെ കങ്കണ മാറി. CISF ഉദ്യോഗസ്ഥരുടെ കരണത്തടി ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇതിന്റെ പ്രതിഫലനമാണ്. സെപ്റ്റംബറിൽ തിയേറ്ററുകളിൽ എത്താനിരുന്ന കങ്കണയുടെ ചിത്രം എമർജൻസിയുടെ റിലീസ് നീട്ടിയതും BJPയുടെ അസ്വസ്ഥത കാരണമായിരുന്നു. ഹരിയാന തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുന്നതിനിടെ സിഖ് വോട്ടർമാരുടെ പ്രതിഷേധം ഭയന്ന് ചിത്രത്തിന്റെ റിലീസ് നീട്ടിവെക്കുകയായിരുന്നു. കങ്കണയുടെ ചിത്രം റിലീസ് ചെയ്യരുതെന്ന് ഹരിയാനയിലെയും പഞ്ചാബിലെയും BJP നേതാക്കളും ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരുന്നു. ബോർഡിന്റെ തീരുമാനത്തിനെതിരെ രോഷാകുലയായ കങ്കണ സെൻസർ നിയമത്തെ മറ്റൊരു അടിയന്തരാവസ്ഥ എന്നാണ് വിളിച്ചത്. സെപ്റ്റംബർ 6-ന് റിലീസ് ചെയ്യേണ്ട ചിത്രത്തിന് അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് കങ്കണ കൂടുതൽ നിരാശയായിരുന്നു. ഒടുവിൽ 2025 ജനുവരിയിലാണ് ചിത്രം തിയേറ്ററുകളിലെത്തിയത്. BJPയും വലതുപക്ഷ വൃത്തങ്ങളും ചിത്രം പ്രോത്സാഹിപ്പിച്ചില്ല എന്നതാണ് മറ്റൊരു അത്ഭുതം. BJP നേതൃത്വത്തിലുള്ള ഒരു സംസ്ഥാന സർക്കാരും ഇതിന് നികുതിരഹിത പദവി നൽകിയില്ല. തന്റെ ചിത്രത്തിന് ധനസഹായം നൽകുന്നതിനായി കങ്കണ തന്റെ വീട് പണയപ്പെടുത്തി. ജനുവരി മുഴുവൻ അതിന്റെ പ്രചാരണത്തിനും പബ്ലിസിറ്റി കൈകാര്യം ചെയ്യുന്നതിനും വിവിധ പ്രദേശങ്ങളിലെ പ്രദർശനങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്നതിനും ചെലവഴിച്ചു. എന്നിട്ടും ചിത്രം നേരിട്ടതോ വമ്പൻ പരാജയം മാത്രം. കങ്കണ രാഷ്ട്രീയത്തിലേക്ക് വരേണ്ട ആളല്ലെന്ന് ചില BJP നേതാക്കളും ഇതിനകം അഭിപ്രായപ്പെട്ടിരുന്നു. രാഷ്ട്രീയം ഗൗരവമുള്ള കാര്യമാണ്, കങ്കണയ്ക്ക് പറ്റിയതല്ല. അവർ സിനിമയിലും അഭിനയത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അശ്രദ്ധമായ പരാമർശങ്ങൾ കാരണം കങ്കണ ഒരു പതിവ് കുറ്റവാളിയായി മാറിയെന്ന് മുൻ പഞ്ചാബ് മന്ത്രി മനോരഞ്ജൻ കാലിയ ദ പ്രിന്റിനോട് പറഞ്ഞിരുന്നു. പാർട്ടി നേതൃത്വവും കങ്കണയും തമ്മിലുള്ള അകൽച്ച വളർന്നു വരുന്നുണ്ടെങ്കിലും കങ്കണ റണാവത്തിന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിച്ചിട്ടില്ലെന്ന് പല BJP നേതാക്കളും ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. അവരുടെ ഗ്രാഫ് താഴ്ന്നെങ്കിലും രാഷ്ട്രീയത്തിൽ നിന്ന് ഒരിക്കലും പുറത്തുപോയിട്ടില്ല. അനാവശ്യമായി സംസാരം കുറിച്ച് തിരുത്തൽ നടത്തിയാൽ നല്ലൊരു നേതാവാകാനുള്ള അവസരം BJP നൽകുമെന്നും പഞ്ചാബിൽ നിന്നുള്ള BJP നേതാവ് ഹർജിത് ഗ്രേവാളും പറഞ്ഞിരുന്നു.